ആഫ്രിക്കയിൽ എന്തൊക്കെയാണ് ഇവിടുന്ന് കയറ്റി ചെയ്യാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യം. നിങ്ങൾക്ക് സോപ്പ്, ചീപ്പ്, ബാത്റൂം കഴുകുന്ന ബ്രഷ്, ചൂല്, പാത്രം കഴുകുന്ന സ്ക്രബ്, കൊതുക് തിരി, ഡിറ്റർജൻറ്റുകൾ, പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഈ ഫുഡ് വാങ്ങിക്കുന്ന അലൂമിനിയം കണ്ടെയ്നേഴ്സ്, പേപ്പർ കപ്പ്, പിന്നെ ചീപ്പായിട്ടുള്ള ടീഷർട്ട്സ്, പിന്നെ ഗാർമെൻറ്റ്സ്, മെഡിസിൻ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളാണ് കിട്ടുന്നത്. മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ആഫ്രിക്കയിലേക്ക് കയറ്റി അയക്കാം. സോ ഇതിലൊരു കുറച്ച് നാൾ മുമ്പ് ഒരാൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് കൊതുക് തിരിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഭയങ്കരമായിട്ട് കൊതുക് ശല്യമുള്ള രാജ്യങ്ങളാണ്. പിന്നെ നമ്മൾ വളരെയധികം പുരോഗമിച്ചെങ്കിൽ പോലും അവരിപ്പോഴും മറ്റേ ഈ റൗണ്ട് ഇരിക്കുന്ന കോയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ചന്ദനത്തിരി പോലിരിക്കുന്ന കൊതുകുതിരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കാരണം അവിടുത്തെ സാധാരണക്കാർക്ക് ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ വേണം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ബൾക്കായിട്ട് നിങ്ങൾ കൊതുകുതിരി പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ ഉണ്ടാക്കി തരും. ഇവിടെ ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ പറയുന്ന കവറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഈ സാധനത്തിന് ഒരു 20 രൂപ 25 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതേ സാധനം ആഫ്രിക്കയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ മണി 150 രൂപ 200 രൂപ 250 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. സോ നമ്മളത് ചിന്തിച്ച് നോക്കി. ഈ സാധനം ഒന്ന് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഇത് ആഫ്രിക്കൻ കൺട്രീസിലേക്ക് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഒരു 40 ഫീറ്റ് കണ്ടെയ്നറിൽ കൊണ്ടുപോയാൽ ലക്ഷങ്ങളായിരിക്കും നിങ്ങളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. സോ ഇത് ഒരു ഐറ്റം മാത്രമാണ്. പേപ്പർ കപ്പ് 40 ഫീറ്റ്സ് ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാമെങ്കിൽ, ഈവൻ 20 ഫീറ്റ്സ് കണ്ടെയ്നർ നിങ്ങൾ കൊണ്ടുപോയാൽ പോലും ഒരു കണ്ടെയ്നർ പേപ്പർ കപ്പിന് നിങ്ങളുടെ ലാഭം എന്താണെന്നറിയോ? ലക്ഷങ്ങളാണ്. സോ ആഫ്രിക്ക ഒരു വലിയ മാർക്കറ്റാണ്. ഇപ്പോഴും ആർക്കും എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങളുള്ള ഒരു മാർക്കറ്റാണ്. സോ ആ അവസരങ്ങൾ കണ്ടെത്തുക, ആ അവസരങ്ങളിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ അതിന് പോകാനുള്ളൊരു മനസ്സുണ്ടാവണം. If you want to change your life, change now. Life never be the same again.